1994 ഫ്രാങ്ക് ഡെറബോണ്ട് സംവിധാനം ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ മൂവിയുണ്ട്, ഷൊഷാങ്ക് റിഡംഷൻ. സ്റ്റീഫൻ കിങ്ങിൻ്റെ റീത്ത ഹെയർവർത്ത് ആൻഡ് ഷൊഷാങ്ക് റിഡംഷൻ എന്ന നോവലിൻ്റെ ആവിഷ്കാരമാണ് ഈ ചിത്രം. അമേരിക്കയിലെ ഷൊഷാങ്ക് എന്ന പ്രിസണിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ ബ്രൂക്സ് എന്നൊരു കഥാപാത്രമുണ്ട്. വളരെ പ്രായം ചെന്ന ഒരു തടവുകാരൻ. 50 വർഷത്തോളം അയാൾ ജയിൽ ലൈബ്രറിയുടെ ഇൻചാർജാണ്. അയാളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട സമയമായി. പക്ഷേ ഇതിനോടകം അയാൾ ജയിൽ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിരുന്നു. ജയിലിൽ തന്നെ തുടരാൻ വേണ്ടി അയാൾ പല വഴികളും കണ്ടെത്തുന്നുണ്ട്. അതിലൊരു വഴി തൻ്റെ സഹതടവുകാരനെ കൊല്ലുക എന്നാണ്. പക്ഷെ അതിലും പരാജയപ്പെട്ട് ഇയാൾ ജയിൽ വിമോചിതനാവുകയാണ്. ജയിലിന് പുറത്തേക്ക് ഇറങ്ങി ഇയാൾക്ക് ലോകവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകം, സ്വതന്ത്രമായ ലോകം. 50 വർഷത്തിലധികം തടവിൽ കഴിഞ്ഞ ഇയാൾക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനോ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനോ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ജയിലിനുള്ളിൽ കയറണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ അതും സംഭവിക്കുന്നില്ല. ഒടുവിൽ ഒരു വാടക മുറിയിൽ ചുമരിൽ ബ്രൂക്സ് വാസ് ഹിയർ എന്നൊരു കുറിപ്പെഴുതി വെച്ചിട്ട് അവിടെ സൂയിസൈഡ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിലൊക്കെയുണ്ട് ഒരു ബ്രൂക്സ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ പറ്റാതെ അതിനെ ഭയപ്പെട്ട് പഴയ അടിമത്തത്തിലേക്ക് തിരിഞ്ഞു പോകാൻ നോക്കുന്ന ഒരു ബ്രൂക്സ്. അടിമത്തം നൽകുന്ന ചെറിയ ചെറിയ സൗകര്യങ്ങളും സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു രീതി. ഈ പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു രംഗം കാണുന്നുണ്ട്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു രാജ്യവും ഒരു മണ്ണും ഒക്കെ നൽകാനായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരികയാണ്. മരുഭൂമിയിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് വിശക്കുന്നു. ഇവരെ നേരെ തിരിഞ്ഞു നോക്കുന്നത് പഴയ അടിമത്തത്തിലെ ചെറിയ ചെറിയ സുഖങ്ങളാണ്. അടിമത്തത്തിന്റെ ക്രൂരതയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെയല്ല, അവിടെ അവർക്ക് ലഭിച്ച വെള്ളരിക്കയും മത്തങ്ങയും ചെറിയ മീനുകളൊക്കെയാണ് അവരുടെ മനസ്സിൽ. ശരിക്കും നമ്മൾ സ്വതന്ത്രരാണോ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തടസ്സവും ചോദ്യവും കൂടാതെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. മറിച്ച് സത്യം അറിയാനും അത് തുറന്നു പറയാനും അതിനനുസരിച്ച് ജീവിക്കാനും പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുവെന്ന്. ഭയമാണ് പല സത്യങ്ങളെ മൂടിവെക്കാനുള്ള കാരണം. അത് നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുകയുള്ളൂ. സത്യമറിയാനായിട്ട് നമ്മൾ ഭയത്തെ ഒഴിവാക്കണം. തടവറയിൽ കിടന്നുകൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിനു വേണ്ടി നിലനിന്നതുകൊണ്ട് അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ച സ്വാതന്ത്ര്യമാണ്. ദൈവമാണ് സകലരുടെയും പിതാവെന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് അസീസി ഉടുത്തിരുന്ന തുണി വരെ ഊരിക്കളഞ്ഞ് ഭയമില്ലാതെ സത്യത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ സിനിമയുടെ തീം ടൈറ്റിലായിട്ട് അവർ എഴുതി വെക്കുന്നത് ഫിയർ ക്യാൻ ഹോൾഡ് യു പ്രിസണർ, ഹോപ്പ് ക്യാൻ സെറ്റ് യു ഫ്രീ എന്ന്. ചുമ്മാ ഭയപ്പെട്ട് ജീവിക്കാതെ സത്യത്തെ നമുക്ക് കണ്ടെത്താം, അതിനനുസരിച്ച് ജീവിക്കാം. ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന അടിമത്തം എന്താണെന്നെങ്കിലും തിരിച്ചറിയാം.